മൊഡ്യൂൾ 3-ലെ കോയിഗ്ലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈനാണ് ഈ വീഡിയോയിൽ. നമ്മൾ പ്രീവിയസ്ലി കണ്ടിന്യൂസ് ഫ്ലോ സെഡിമെൻറ്റേഷൻ ടാങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ കണ്ടിന്യൂസ് ഫ്ലോ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ കൊയാഗുലേഷനും കൂടി വന്നു കഴിഞ്ഞാൽ, കൊയാഗുലൻസ് ആഡ് ചെയ്യുന്നൊരു സെക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൊയാഗുലൻറ്റ് ആഡ് ചെയ്ത് കൊയാഗുലേഷൻ പ്ലസ് സെഡിമെൻറ്റേഷൻ രണ്ടും കൂടി വരുന്ന കമ്പൈൻഡ് ആയിട്ട് വരുന്ന ചേമ്പേഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പക്ഷേ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടണം എന്നില്ല. നമുക്ക് ഒരു പക്ഷേ പലപ്പോഴും കാണാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോർ എ പോപ്പുലേഷൻ ഓഫ് ദിസ് മച്ച് എന്നേ പറയുള്ളൂ. അപ്പോൾ ഓർക്കുക, വെറും പോപ്പുലേഷൻ മാത്രം തരുവാണെങ്കിൽ യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ഇസ് ദ പെർ ക്യാപിറ്റ ഡിമാൻഡ്. അപ്പോൾ നിങ്ങൾക്കൊരു 120 മുതൽ 150 വരെ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, മാക്സിമം ഡിമാൻഡ് അഗെയിൻ വാട്ട് ഈസ് ദ മാക്സിമം ഡിമാൻഡ് ഫാക്ടർ 1.5 to 2 എടുക്കേണ്ടി വരും നിങ്ങൾക്ക്. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണോ ആ റേഞ്ചിലേക്കൊന്ന് ഓർത്ത് വയ്ക്കുക, ആ റേഞ്ച് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പം തന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ തരാതെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 1 lakh, അതായത് 1 into 10 power 5, and the average per capita demand is 135 liter per day per capita. The design the coagulation cum sedimentation tank for the waterworks supplying water to the town. The maximum demand may be taken as 1.5 times the average demand. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമുക്ക് കൊയാഗുലേഷനും നടക്കണം, സെഡിമെൻറ്റേഷനും നടക്കണം. സോ യു ഹാവ് ടു ഡിസൈൻ 2 tanks. First one is the sedimentation tank, that is the settling tank, and second one is for the coagulation purpose, that is the flow chamber. അപ്പോൾ നമുക്കറിയാം ഒരു സെഡിമെൻറ്റേഷൻ പ്രോസസ്സിൽ ഇഫ് യു ആർ ഗോയിങ് ടു ആഡ് കൊയാഗുലൻസ് ഹൗ ദ പ്രോസസ് വിൽ ഓക്കർ. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ഇൻലെറ്റ് ചേമ്പറാണ്. നമ്മൾ വാട്ടർ സോഴ്സിൽ നിന്ന് വരുന്ന വാട്ടർ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ബാസ്ക്രീൻ വഴി ഫിൽറ്റർ ചെയ്തെടുത്ത് ഇൻടേക്ക് സ്ട്രക്ചർ വഴി നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എത്തി സഫീഷ്യൻ്റ് എയറേഷൻ കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഇൻലെറ്റ് ചേമ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, യൂണിഫോം ആയിട്ട് വെലോസിറ്റി കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാഫിൾസ് ഉള്ള മിക്സിംഗ് ചേമ്പറാണ് ഇൻലെറ്റ് ചാനൽ. അപ്പം അതുവഴി വെള്ളം എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം കൊയാഗുലൻ മിക്സിംഗ് സോണിലേക്ക് എത്തും. അതാണ് ഈ ഫ്ലൂ ചേമ്പർ. ഇവിടെ നമ്മൾ സഫീഷ്യൻറ്റ് വെലോസിറ്റിയിൽ റാപ്പിഡ് മിക്സിങ്ങും സ്ലോ മിക്സിങ്ങും ഒക്കെ കൊടുത്ത് ആ ഫ്ലോക്കലൻ്റ് വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിലിംഗ് ടാങ്കിലോട്ട് വാട്ടറിനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റിലിംഗ് ടാങ്കിൽ കംപ്ലീറ്റ് സെഡിമെൻറ്റ്സ് സെറ്റിൽ ചെയ്തതിന് ശേഷം ക്ലിയർ വാട്ടർ എന്ത് ചെയ്യും, ഔട്ട്ലെറ്റ് ചാനൽ വഴി പുറത്തേക്ക് പോകും. സോ ഇൻഫ്ലുവൻസ് കംസ് ഫ്രം ടു ദി ഇൻലെറ്റ് ആൻഡ് ദെൻ പാസ് ടു ദി ഫ്ലൂ ചേമ്പർ, ദെൻ ഓവർ ടു ദി സെറ്റിലിംഗ് ടാങ്ക്. സെറ്റിലിംഗ് ടാങ്കിൽ സ്ലഡ്ജൊക്കെ എന്ത് ചെയ്യും, താഴെ ഡെപ്പോസിഷനായി വരും. ക്ലിയർ വാട്ടർ മാത്രം എഫ്ലുവൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് ഔട്ട്ലെറ്റ് ചാനൽ വഴി പോകും. അപ്പോൾ നമുക്ക് ഈ 2 ചേമ്പറാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിലിംഗ് ടാങ്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, ബേസ്ഡ് ഓൺ ദ ഡിസൈൻ വാല്യൂസ് ഓഫ് സെറ്റിലിംഗ് ടാങ്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോ ചേമ്പർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ സെറ്റിലിംഗ് ടാങ്ക്. ഈ സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഡിസൈൻ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിന്യൂസ് ഫ്ലോ റെക്ടാങ്കുലർ ടാങ്ക് പറഞ്ഞപ്പം സെയിം പ്രോസസ്സ് തന്നെയാണ്. എങ്കിൽ പോലും എല്ലാവരും ഒന്ന് ഈ വീഡിയോ കേൾക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാല്യൂസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ റേഞ്ചസിലേക്ക് വാല്യൂസ് മാറ്റിയെടുക്കാൻ പറ്റും, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് ജനറൽ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ സെറ്റിലിംഗ് ടാങ്കിന് നമുക്ക് ആവറേജ് ഡിമാൻഡാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് യു ഹാവ് ടു ഡു, ആവറേജ് ഡിമാൻഡ് വെച്ചിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്യാൻ പാടില്ല. കാരണം പലപ്പോഴും ആവറേജ് ഡിമാൻഡിനെക്കാട്ടും കൂടുതൽ ഡിമാൻഡ് മീറ്റ് ചെയ്യേണ്ടി വരും പീക്ക് ടൈംസിൽ. അപ്പോൾ ആ പീക്ക് ടൈമിലും കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാകത്തിലുള്ള വാട്ടർ എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. സോ വി ഹാവ് ടു ഫസ്റ്റ് കാൽക്കുലേറ്റ് ദി മാക്സിമം ഡിമാൻഡ്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഓരോ സെറ്റിലിംഗ് ടാങ്കിൽ ഇത്ര അവർ ഡിറ്റൻഷൻ പീരീഡ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിറ്റൻഷൻ പീരീഡ് തന്നിട്ടില്ല. പ്രീവിയസിലാണ് നമുക്ക് 6 hours തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 6 hours ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് അസ്യൂം ചെയ്യുന്നത് എ ഡിഫറെൻറ്റ് വാല്യൂ. യു ക്യാൻ ടേക്ക് 6 hour യു നീഡ് ഇഫ് യു നീഡ്. പക്ഷേ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഞാൻ ഒരു ഡിഫറെൻറ്റ് വാല്യൂ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാനിവിടെ 5 hour എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് 5 hour ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം സർഫസ് ഓവർഫ്ലോ റേറ്റ് SOR കണ്ടുപിടിക്കണം. സർഫസ് ഓവർഫ്ലോ റേറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം,
കപ്പാസിറ്റി ഓഫ് ടാങ്ക് കണ്ടുപിടിക്കണം. കപ്പാസിറ്റി ഓഫ് ടാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗെറ്റ് ദ ഡെപ്ത്, ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഇത് മൂന്നും കിട്ടി, ഡയമെൻഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ വെലോസിറ്റി ചെക്ക് ചെയ്യുക. ഹൊറിസോണ്ടൽ വെലോസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഫ്ലോ ചേമ്പർ ഡിസൈൻ ചെയ്യുക. അതിനുശേഷം ഈ തന്നിരിക്കുന്ന ഈ ഡയഗ്രാം ഒന്ന് സ്കെച്ച് ചെയ്യുക വിത്ത് ഓൾ ദ ഡീറ്റെയിൽസ് വോട്ട് എവർ യു ഗോട്ട് ഇൻ യുവർ ഡിസൈൻ. ഞാനിപ്പോൾ ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല, കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞില്ല. ഡിസൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിസൈൻ ഓഫ് സെറ്റിംഗ് ടാങ്കിൽ ആദ്യത്തത് ആവറേജ് ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് ദ ടൗൺ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പോപ്പുലേഷൻ ഇൻറ്റു per capita demand, right? So population is 1 into 10 power 5 into per capita demand. So this will be equal to 13.5 into 10 power 6 liters per day. ഒരു ദിവസം നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ എത്രയാണ്? 13.5 into 10 power 6 liters ആണ് ആവറേജ് റിക്വയർമെൻറ്റ്. അല്ലെങ്കിൽ ആവറേജിൽ ഇത്ര വെള്ളമാണ്. പക്ഷേ ഇത് പോരാ, നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ഡിമാൻഡ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമം ഡിമാൻഡിന് ഇവിടെ പീക്ക് ഫാക്ടർ എത്ര എടുക്കാൻ പറഞ്ഞു? 1.5 എടുക്കാമെന്ന് പറഞ്ഞു. സോ 1.5 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 13.5 into 10 power 6 into 1.5. So this will be equal to 20.25 into 10 power 6 liters per day. അപ്പോൾ ഒരു ദിവസം ഇത്രയും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യേണ്ടത്? അപ്പോൾ അതെങ്ങനെ ഡിസൈഡ് ചെയ്യാം? അതായത് ഒരു ദിവസം നമുക്ക് 20.25 into 10 power 6 liters എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അപ്പം പെർ അവർ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 24. നമുക്ക് സപ്പോസ് ഡിറ്റൻഷൻ ടൈം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഡിറ്റൻഷൻ ടൈം ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഇഫ് സപ്പോസ് ലെറ്റ് ഇറ്റ് ബൈ 5 hours അല്ലേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ 5 hours അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ ഇത്രയും വാട്ടർ ട്രീറ്റ് ചെയ്യണം. അപ്പം അറ്റ് എ ടൈം നമ്മൾ എടുക്കുന്ന ബാച്ച് ഓഫ് വാട്ടർ 5 hours ആ ടാങ്കിൻ്റെ അകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 1 ടൈം കയറുന്ന വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും 5 hours-ലേക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ടാങ്ക് 5 hours-നുള്ള വാട്ടർ ഹോൾഡ് ചെയ്യുന്ന ഒരു ടാങ്ക് ആയിരിക്കണം നമ്മുടെ ടാങ്ക്. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ 24 into 5. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4219 meter cube. 4219 meter cube. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇത്രയും വാട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബാച്ചിൽ ട്രീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്ലാൻ ഏരിയ ഓഫ് ദി ടാങ്ക്. ഓക്കെ, ഫോർ ദാറ്റ് പർപ്പസ് വി ആർ അസ്യൂമിങ് സർഫസ് ഓവർഫ്ലോ റേറ്റ് ആസ് 900 liters per hour per meter square. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർഫസ് ഓവർഫ്ലോ റേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ 30 meter cube per day ആയിരുന്നു എടുത്തിരുന്നത്. 30 meter cube per day ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ ഞാനിത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഇങ്ങനെയും ചിലപ്പം തരാമെന്നുള്ളതൊന്നും കേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പെർ അവർ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി റിക്വയർഡ് പ്ലാൻ ഏരിയ കണ്ടുപിടിച്ചൂടെ? നമുക്ക് വോളിയം അറിയാം, സർഫസ് ഓവർഫ്ലോ റേറ്റും അറിയാം. അപ്പം റിക്വയർഡ് പ്ലാൻ ഏരിയ കണ്ടുപിടിച്ചൂടെ? അതായത് നമുക്ക് ടോട്ടൽ ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ ഇൻ എ ഡേ ഇറ്റ് ഈസ് 20.25 into 10 power 6. So for an hour it will be divided by 24, right? അപ്പോൾ ഇത്രയും വാട്ടറാണ് ഒരു മണിക്കൂറിലേക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് ഫ്ലോ റേറ്റ് ഒരു മണിക്കൂറിൻ്റെ ഇതാണെങ്കിൽ പ്ലാൻ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. സോ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ സർഫസ് ഓവർഫ്ലോ റേറ്റ്. സോ ഡിവൈഡഡ് ബൈ 900 liters. So this will be equal to 937.5 meter square. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് എ സെറ്റിലിംഗ് ടാങ്ക് 935 per meter square. അപ്പോൾ നമുക്കിവിടെ സെറ്റിലിംഗ് ടാങ്കിൻ്റെ സർഫസ് ഏരിയ ആയി, ഈ ഏരിയ ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് വോളിയം അറിയാം 4219 meter cube ആണെന്ന്, റിക്വയർഡ് പ്ലാൻ ഏരിയ അറിയാം 937.5 meter square ആണെന്ന്. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ഡെപ്ത് കണ്ടുപിടിച്ചൂടെ? ദറ്റ് ഈസ് ഈക്വൽ ടു 4219 divided by 937.5. So this will be equal to 4.5 meter.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം 4.5 മീറ്റർ ആ വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള ഡെപ്ത് മാത്രമാണെന്ന്. അപ്പോൾ ഒരു ഫ്രീ ബോർഡ് അധികം വന്നു കഴിഞ്ഞാൽ സ്പില്ല് ചെയ്യാതിരിക്കാനുള്ള ഒരു ഫ്രീ ബോർഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ താഴേക്ക് സ്ലഡ്ജ് ഡെപ്തും കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് രണ്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ദ ഫ്രീ ബോർഡ് ഈസ് 0.5 meter and sludge depth is 1 meter. So what will be the overall depth? Overall depth will be 4.5 plus 1 meter plus 0.5. So this will be equal to 5.5 plus 0.5, that will be equal to 6 meter. Okay, അപ്പോൾ നമുക്ക് ഡെപ്ത് ആയി. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് പ്ലാൻ ഏരിയ അറിയാം. പ്ലാൻ ഏരിയ എത്രയായിരുന്നു? 937.5 മീറ്റർ സ്ക്വയർ. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ലെങ്ത്ത്, അസ്യൂം ലെങ്ത് ഈക്വൽ ടു 4 times width. ലെങ്ത് ഈക്വൽ ടു 4 times width. അപ്പം L ഇൻറ്റു ബി ആണെന്ന് നമുക്കറിയാം. L ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 937.5 മീറ്റർ സ്ക്വയർ ആണെന്നറിയാം. അല്ലെങ്കിൽ 4b സ്ക്വയർ, 4b ഇൻറ്റു ബി, അതായത് 4b സ്ക്വയർ ഈസ് ഈക്വൽ ടു 937.5, അല്ലെങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 234.375. This implies B is equal to 15.3 meter. അപ്പം ഇവിടെ നമുക്കറിയാം 937.5 മീറ്റർ സ്ക്വയർ എടുക്കേണ്ടത്. ഒബ്വിയസ്ലി ലെങ്ത് വിൽ ബി 4 times larger than width. അപ്പോൾ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? റൗണ്ട് ഓഫ് ചെയ്യുന്നു. 15.3ക്ക് പകരം ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 15 മീറ്റർ എടുക്കുന്നു. ഓക്കെ, 15 മീറ്റർ എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതാണ് നമ്മുടെ വിഡ്ത്ത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത്ത് കണ്ടെടുക്കുന്നു. സർഫസ് ഏരിയ എത്രയാണ്? 937.5 എന്നറിയാം. അപ്പോൾ ലെങ്ത്ത് ഇവിടെ നിന്ന് തന്നെ ഈ സർഫസ് ഏരിയയിൽ നിന്ന് തന്നെ വിഡ്ത്ത് യൂസ് ചെയ്ത് നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കണം. 937.5 ഡിവൈഡഡ് ബൈ 15. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 62.5. ഇതിങ്ങനെ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 16 എടുത്തിട്ട് വീണ്ടും ഇത് ചെയ്തിട്ട് ഇതൊന്ന് കുറയ്ക്കാം. ആ രീതിയിലും ചെയ്യാം. ഞാനിത് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സെറ്റിലിംഗ് ടാങ്കിൻ്റെ ലെങ്ത്തായി, വിഡ്ത്തായി, ഡെപ്തായി. So therefore the size of the settling tank എന്തായിരിക്കും? Size of the settling tank will be equal to 62.5 meter by 15 meter by 6 meter. Okay, in which 4.5 is the water depth, 0.5 is the freeboard and 1 meter is the sludge depth. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് v ഈസ് ഈക്വൽ ടു q ബൈ ബി എച്ച് ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20.25 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 4.5 ആണ്. നമുക്കത് 300 മീറ്റർ പെർ ഡേ കിട്ടും. ഓക്കെ, ഇവിടെ ഡെപ്ത് എടുക്കുന്നത് 4.5 ആണ്. പ്ലസ് 0.5 and 1 നമ്മൾ എടുക്കുന്നില്ല. വാട്ടർ ഡെപ്ത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ മീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ, സെൻറ്റിമീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ 20.8 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ദിസ് ഈസ് ലെസ് ദാൻ 30 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. സോ ഹെൻസ് ദിസ് ഡിസൈൻ ഈസ് ഓക്കെ. ഓക്കെ, അപ്പോൾ സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫ്ലോക്ക് ചേമ്പറിൻ്റെ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഡിസൈൻ ഓഫ് ഫ്ലോക്ക് ചേമ്പർ. അപ്പോൾ ഡിസൈൻ ഓഫ് ഫ്ലോക്ക് ചേമ്പർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഡിസൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എത്ര ലെങ്ത് ഓഫ് സെറ്റിലിംഗ് ടാങ്ക് കിട്ടി? 62.5 കിട്ടി, റൈറ്റ്? ഇനി ഡെപ്ത് എത്ര കിട്ടി? അപ്പം ഈ ഒരു ഡെപ്ത്, ഇത്രയും ഡെപ്താണ് 4 മീറ്റർ, 4.5 മീറ്റർ. ഇത് ഇത്രയും ഫ്രീ ബോർഡ് എത്രയാണ്? 0.5 മീറ്റർ. ഈ സ്ലഡ്ജ് ഡെപ്ത് എത്രയാണ്? 1 മീറ്റർ. ഓക്കെ, അപ്പോൾ ടോട്ടലി ഇത് 5.5 മീറ്റർ, റൈറ്റ്? അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ അടിവശം നമ്മളൊരു 1 മീറ്റർ സ്ലഡ്ജ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഡെപ്പോസിഷൻ ഇങ്ങോളം ഉണ്ടാവും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രെയിൻ വാൾവ് വഴി നമുക്ക് ഈസിലി ഇതിനെ എന്ത് ചെയ്യാം? ഇജക്റ്റ് ചെയ്യാം പുറത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടം പോർഷൻ ഓഫ് സ്ലഡ്ജ്, അതിൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ലാൻറ്റിങ് സ്ലോപ്പ് കൊടുക്കുന്നു. നമ്മൾ ഇതെന്ത് ചെയ്യുന്നു? ഒരു സ്ലോപ്പ് കൊടുക്കുന്നു. സ്ലോപ്പ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റിൽ ചെയ്ത് എല്ലാം താഴോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ സ്ലോപ്പ് യൂഷ്വലി 1 in 50 മീറ്ററാണ് കൊടുക്കാറ്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആ 1/50 സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ 1/50 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 മീറ്റർ സ്ലഡ്ജ് ഡെപ്ത് ഇവിടെ കിട്ടില്ല. അത് 1.25 എന്തെങ്കിലും കുറയും. അത് കുറഞ്ഞ് നമ്മുടെ സെറ്റിലിംഗ് വാട്ടർ ഡെപ്തിൻ്റെ ഡെപ്തിലോട്ട് ഈ സ്ലഡ്ജ് ഡെപ്പോസിഷൻ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്ലിയർ വാട്ടർ സോണിലേക്ക് ക്ലിയർ വാട്ടർ കിട്ടില്ല, മിക്സിങ് വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ 1/50 സ്ലോപ്പ് കൊടുക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് ഈ പൊസിഷനിൽ അറ്റ്ലീസ്റ്റ് 0.5 മീറ്റർ ഡെപ്ത് കൊടുക്കുന്നു. 0.5 മീറ്റർ, ഇത് മിനിമം അത്രയെങ്കിലും ഈ സൈഡിൽ കൊടുക്കണം. നമ്മളിവിടെ എത്ര സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാലും സ്റ്റാർട്ടിങ്ങിൽ എത്ര ഉണ്ടാണ് സ്ലഡ്ജ് ഡെപ്ത്, ഒരു മിനിമം 0.5 മീറ്റർ എങ്കിലും ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പൊസിഷനിൽ നിങ്ങളുടെ ടോട്ടൽ വാട്ടർ ഡെപ്ത് ഈ 4.5ൻ്റെ കൂടെ ഈ 0.5 കൂടി ഉണ്ടാവും. ഇവിടെ 4.5 ആണ് ഇത്രയും ദൂരമുള്ളത്, ബാക്കി ഈ 0.5 കൂടി ഉണ്ടാവും. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സെറ്റിലിംഗ് ടാങ്ക് നിയർ ഫ്ലോക്ക് ചേംബർ, എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സെറ്റിലിംഗ് ടാങ്ക് നിയർ ഫ്ലോക്ക് ചേംബർ, ഈ മൊത്തം ഇത്രയും പോർഷൻ, അതായത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4.5 പ്ലസ് 0.5 സ്ലഡ്ജ് ഡെപ്ത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5 മീറ്റർ. ഓക്കെ, അപ്പം ഈ സൈഡിൽ 5.5 ആണ് ടോട്ടൽ എഫക്റ്റീവ് ഡെപ്ത്, ഈ സൈഡിലേക്ക് വരുമ്പോൾ എത്ര വന്നു, 5 മീറ്റർ വന്നു. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഈ ഫ്ലോക്ക് ചേംബറിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കണം. ഫ്ലോക്ക് ചേംബറിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡെപ്ത് കണ്ടുപിടിക്കണം. അത് എത്രയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സെറ്റിലിംഗ് ടാങ്ക്. ഇതിൻ്റെ പകുതിയായിരിക്കും ഫ്ലോക്ക് ചേംബറിൻ്റെ ഡെപ്ത്. അപ്പോൾ ഫ്ലോക്ക് ചേംബറിൻ്റെ ഡെപ്ത് എത്രയും മാറും, 5 മീറ്റർ ഡിവൈഡഡ് ബൈ 2, ദറ്റ് വിൽ ബി ഈക്വൽ ടു 2.5 മീറ്റർ. ഓക്കെ, സോ ദിസ് ഹൈറ്റ് വിൽ ബി 2.5 മീറ്റർ. ഫൈൻ, 2.5 മീറ്റർ. ഇനി ഈ നമ്മൾ ഈ സെറ്റിലിംഗ് ടാങ്കിൽ ഡിറ്റൻഷൻ പീരീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എത്രയാണ്, 5 അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിമിലർലി നമുക്കിവിടെ ഫ്ലോക്ക് ചേംബറിലും ഡിറ്റൻഷൻ ടൈം അസ്യൂം ചെയ്യണം. ഒന്നിക്കിൽ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, രണ്ടിൻ്റെയും ഡിറ്റൻഷൻ ടൈം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ ഫ്ലോക്ക് ചേംബറിൽ ഞാൻ അസ്യൂം ചെയ്യുന്ന ടൈം 30 മിനിറ്റ് ആണ്. 30 minute detention time for a flock chamber. So assume a detention period of 30 minutes for flock chamber. Now you have to decide what is the total capacity of the flock chamber. Okay, so how do you calculate? So you have to treat a water of 20.25 into 10 power 3 meter cube per day. ഓക്കെ, ഇത്രയും വാട്ടറാണ് നമുക്ക് തുടക്കത്തിൽ എന്ത് ചെയ്യേണ്ടത്, ഡെയിലി നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ അകത്ത് ആ ഫ്ലോക്ക് ചേംബറിലേക്ക് വന്നു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് അവിടെ ഡിറ്റൻഷൻ ടൈം കൊടുക്കേണ്ടതാണ്. സോ പെർ ഡേ ഇത്രയാണെങ്കിൽ സോ ദിസ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ 24. നമുക്ക് 30 മിനിറ്റ് ആണ്, സോ അവറിലുള്ള കൺവേർഷൻ എന്ത് ചെയ്യുക, മിനിറ്റിലേക്കും കൂടി ചെയ്യുക. അപ്പം ഒരു മിനിറ്റിൽ ഇത്രയും വാട്ടർ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും വാട്ടർ ഒരു മിനിറ്റിൽ ട്രീറ്റ് ചെയ്യണം. നമുക്ക് എത്ര നേരമാണ് നമ്മളവിടെ ഡിറ്റൻഷൻ ടൈം കൊടുക്കുന്നത്, 30 മിനിറ്റ്സിലാണ്. സോ 30 മിനിറ്റ്സിലേക്ക് ഇൻറ്റു 30 കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 421.875 കിട്ടും. 421.875 മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ക്യാൻ ബി ട്രീറ്റഡ് അറ്റ് എ ടൈം ഇൻ എ ഫ്ലോക്ക് ചേംബർ. അപ്പോൾ ഇത്രയും വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ടാങ്ക് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് വിൽ ബി ഈക്വൽ ടു 421 മീറ്റർ ക്യൂബ്. അപ്പോൾ 421 മീറ്റർ ക്യൂബ് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഫ്ലോക്ക് ചേംബറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ഡെപ്ത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 5 മീറ്ററിൻ്റെ പകുതി, അപ്പോൾ 2.5 മീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ഡെപ്ത് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ഏരിയ കണ്ടുപിടിച്ചൂടെ. സോ വോളിയം ഡിവൈഡഡ് ബൈ ഡെപ്ത്, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 421.875 ഡിവൈഡഡ് ബൈ 2.5. So this will be equal to 168.75 meter square. ഓക്കെ, ഇതാണ് പ്ലാൻ ഏരിയ. ഇനി ഈ ഫിഗറിലേക്കൊന്ന് വരിക. അപ്പോൾ ഈ ഫിഗറിൽ ഓൾറെഡി നമ്മൾ 2.5 ആണ് ഡെപ്ത് എന്ന് പറഞ്ഞു, പ്ലാൻ ഏരിയയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്ലാൻ ഏരിയ ഇപ്പം നമുക്ക് കിട്ടി എത്രയാണ്, 168.5. അപ്പോൾ ഇത് നമുക്ക് കാണുന്ന ഫ്രണ്ട് വ്യൂ ആണ്. പ്ലാനിലേക്ക് നോക്കുകയാണെങ്കിൽ, സപ്പോസ് പ്ലാനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാങ്ക്, അതായത് സെറ്റിലിംഗ് ടാങ്ക് വി ഹാവ് 62.5 മീറ്റർ ലെങ്ത്ത്. എന്നിട്ട് വിഡ്ത്ത്, നമ്മൾ ഈ കാണാത്ത വശത്തിലെ വിഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്, 15 മീറ്ററാണ്. ഓക്കെ, അപ്പം 15 മീറ്ററാണ്. നമ്മളിവിടെ ഇനി ഫ്ലോക്ക് ചേംബർ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഫ്ലോക്ക് ചേംബറിൻ്റെ ഡെപ്ത്ത് നമ്മൾ 2.5 തന്നു. ഈ സർഫസ് ഏരിയ
പറഞ്ഞിട്ടുണ്ട്, സർഫസ് ഏരിയ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് 168.75 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഈ വിഡ്ത്ത് എത്ര എടുക്കാം, ഇതേ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ അതേ വിഡ്ത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഫ്ലോക്ക് ചേമ്പറിലും എടുക്കാം. അപ്പോൾ ഫ്ലോക്ക് ചേമ്പറിൻ്റെ വിഡ്ത്ത് എത്ര തന്നെ നമ്മൾ എടുക്കുന്നു, 15 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് കണ്ടുപിടിച്ചൂടെ, 168.75ൽ 15 ആണ് വിഡ്ത്ത് എങ്കിൽ ലെങ്ത്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിലിംഗ് ടാങ്കിന് എത്രയാണോ വിഡ്ത്ത് ആ വിഡ്ത്ത് തന്നെ നമ്മൾ ഫ്ലോക്ക് ചേമ്പറിലേക്ക് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു. സോ ലെങ്ത് ഓഫ് ദി ഫ്ലോക്ക് ചേമ്പർ വിൽ ബി ഈക്വൽ ടു 168.75 divided by 15. So this will be equal to 11.25. Okay, അപ്പോൾ width 15 ആയി, length 11.25 ആയി, depth 2.5 ആയി. So what will be the size of the flock chamber? Size of flock chamber will be equal to 11.25 into 15 into 2.5. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫൈനലി യു ഹാവ് ടു സ്കെച്ച് ദി കൊയാഗുലേഷൻ കം സെഡിമെൻറ്റേഷൻ ടാങ്ക്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മാർക്ക് ചെയ്യുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഫ്ലോക്ക് ചേമ്പർ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫ്ലോക്ക് ചേമ്പറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈഡിലുള്ള സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി ഹൈറ്റാണ് ഫ്ലോക്ക് ചേമ്പറിലേക്ക് കൊടുക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലോക്ക് ചേമ്പറിനൊരു ഡിറ്റൻഷൻ ടൈം കൊടുത്ത് അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നു. കപ്പാസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയയിൽ വിഡ്ത്ത്, സെറ്റിലിംഗ് ടാങ്കിൻ്റെ സെയിം വിഡ്ത്ത് എടുത്തതിന് ശേഷം ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ്ലി ഇതൊന്ന് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്കും സ്കോർ ചെയ്യാം.